ഹായ് ഡിയർ സ്റ്റുഡൻസ്, യൂണിയൻ ബജറ്റ് 2025 സ്പീച്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല രാമൻ ജി കുറച്ച് അമെൻഡ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ആസ് എ സ്റ്റുഡൻസ് നിങ്ങൾ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു കാര്യത്തിൽ ഭയങ്കര കോഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടോ നിൽക്കുന്നുണ്ടാവും. പാസ്സായി കഴിഞ്ഞ ആൾക്കാർക്കും സങ്കടം തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എങ്ങനെയാണെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ട്, കാരണം കുറെ മാറ്റങ്ങളുണ്ടല്ലോ. സോ നമ്മൾ ഇൻകം ടാക്സിൽ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു അമെൻമെന്റ് എന്ന് പറയുന്നത് 12 lakh റുപ്പീസ് വരെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് അടക്കേണ്ട എന്നുള്ളൊരു വലിയൊരു അമെൻമെന്റ് ഈ ഒരു ഇൻകം ടാക്സ് ആക്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ 75,000 റുപ്പീസ് വരെ ഡിഡക്ഷൻസ് കിട്ടും. സോ 12,75,000 റുപ്പീസ് വരെ നമുക്ക് ഇൻകം ടാക്സ് അടക്കേണ്ട എന്നുള്ളൊരു വലിയൊരു അമെൻമെന്റ് ഉണ്ട്. വേറൊരു അമെൻമെന്റ് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നെക്സ്റ്റ് വീക്ക് ഇൻകം ടാക്സ് ബില്ല് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സെൽഫ് ഒക്കുപൈഡ് പ്രോപ്പർട്ടീസിന് നമുക്ക് നോർമലി 2 സെൽഫ് ഒക്കുപൈഡ് പ്രോപ്പർട്ടീസിന് എക്സംഷൻ എടുക്കാം അല്ലെങ്കിൽ ഡിഡക്ഷൻസ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. മോർ ഓവർ ഈ കണ്ടീഷൻസ് ആണെങ്കിലും ന്യൂ ബില്ലിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ 12 lakh റുപ്പീസിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് പിന്നീടായിരിക്കും എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും അമെൻമെന്റ്സ് ഉണ്ട്. നമ്മളെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂൺ 2025 CMA എക്സാമിനും അതുപോലെ തന്നെ ഈ വരുന്ന മെയിലേക്ക് വരുന്ന എക്സാമിനേഷന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻസ് ആക്ട് എന്ന് പറയുന്നത് ഫിനാൻസ് ആക്ട് 2024 ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന 1 February 2025 വന്നിട്ടുണ്ടായിരുന്ന യൂണിയൻ ബജറ്റ് 2025 ഉള്ള ഫിനാൻസ് ആക്ട് 2025 അല്ല അപ്ലിക്കബിലിറ്റി വരാം. മോർ ഓവർ ഫിനാൻസ് ആക്ട് 2024 അമെൻമെന്റ്സ് അത് ഓരോ എക്സാമിനേഷൻ സമയത്തും ICMA ആണെങ്കിലും ICSE ആണെങ്കിലും അല്ലെങ്കിൽ ICA ആണെങ്കിലും അവരുടേതായ ക്ലാരിഫിക്കേഷൻ അമെൻമെന്റ്സ് പറയും. എത്ര പീരീഡ് വരെ നോർമലി ഇപ്പൊ ഈ ജൂൺ 2025 പീരീഡിൽ ഉള്ള എഴുതുന്ന എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് ഫിനാൻസ് ആക്ട് 2024 അപ് ടു നവംബർ 2024 വരെയുള്ള അമെൻമെന്റ്സ് ആയിരിക്കും അപ്ലിക്കബിലിറ്റി ഉണ്ടാവുക. അതേപോലെ ഇന്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ CMAയിൽ വരുന്ന എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2024 വരെയുള്ള അമെൻമെന്റ്സ് അപ്ലിക്കബിൾ ആയിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മൈൻഡിൽ വെക്കുക. എന്തായാലും ഈ ഫിനാൻസ് ആക്ട് 2025 എന്നുള്ള ഈ ഒരു യൂണിയൻ ബജറ്റിലുള്ള ബില്ല് നമുക്ക് എന്ത് ചെയ്യില്ല, ജൂണിലോ മെയിലോ വരുന്ന എക്സാമിനേഷന് എന്തായാലും അപ്ലിക്കബിൾ അല്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനത്തോടെ ഇരിക്കുക. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ.